ഭൂട്ടാൻ വാഹനക്കടത്തിന് കരസേനയുടെ വ്യാജരേഖ ചമച്ചതിൽ വിവരങ്ങൾ ശേഖരിച്ച ഇന്റലിജൻസ് ബ്യൂറോയും മിലിറ്ററി ഇന്റലിജൻസും. വാഹനങ്ങൾ രാജ്യത്ത് വിൽപ്പന നടത്താൻ കരസേനയുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയതായി കസ്റ്റംസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെയും കസ്റ്റംസ് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. കരസേനയുടെ ലോജിസ്റ്റിക് കൈകാര്യം ചെയ്യുന്ന 9 FOD വിറ്റതായി വ്യാജരേഖയുണ്ടാക്കിയാണ് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചിരുന്നത്. കടത്തിയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കരസേനയുടെ പേരിലും തട്ടിപ്പ് നടന്നതായി വ്യക്തമായത്. രാജ്യസുരക്ഷയെ പോലും അപകടത്തിലാക്കുന്ന വിധം സൈന്യത്തിന്റെ രേഖകളും ദുരുപയോഗിച്ചതിനെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗങ്ങൾ കാണുന്നത്. 9 FODയുടെ വ്യാജരേഖയുണ്ടാക്കിയതിൽ വിവരങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെയും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. കരസേനയുടെ വ്യാജസീലും ഒപ്പം ഉപയോഗിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇടനിലക്കാർ ഇത്തരം വാഹനങ്ങളാണ് പല പ്രമുഖർക്കും വിറ്റിട്ടുള്ളത്. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്തിൽ നടൻ ദുൽഖർ സൽമാന്റെ രണ്ടാമത്തെ വാഹനവും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. നിസാൻ പട്രോൾ കാറായിരുന്നു കൊച്ചി വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തത്. രേഖകളിൽ ഇതിന്റെയും ഫസ്റ്റ് ഓണർ കരസേനയാണ്. ഭീകരവാദ ഫണ്ടിംഗ് അടക്കം സംശയിക്കുന്ന കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.